ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബ്യൂട്ടി ആൻഡ് കുക്കറി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നേഴ്സറി കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ സാൻഡ്വിച്ചിനേക്കാളും ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡിലാണത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബ്രെഡ്, പീനട്ട് ബട്ടർ, പിന്നെ ആവശ്യത്തിനുള്ള ബനാന, നെയ്യ്, ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പാന് ചൂടാക്കാനായി വെച്ചു. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസസ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ബ്രെഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. ഞാനിവിടെ അമേരിക്കൻ ഡിലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ചില പീനട്ട് ബട്ടറിൽ നമുക്ക് ആ പീനട്ടിൻ്റെ സ്ലൈസ് കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് യൂസ് ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ള ബ്രെഡിലേക്ക് പീനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബനാന ഓരോ കഷ്ണങ്ങളും നമ്മളിപ്പോൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസിലേക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു തവണ കൂടി നമുക്ക് പാനിൽ വെച്ചൊന്ന് ചൂടാക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബ്രെഡിൻ്റെ മറ്റേ സ്ലൈസ് കൂടെ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമുക്കത് ടിഫിൻ ബോക്സിലേക്ക് അറേഞ്ച് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ റെസിപ്പി, അതുപോലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റെസിപ്പീസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാവരും ഈ പീനട്ട് ബനാന റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റിലേക്ക് അയച്ചു തരണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.